പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നവംബർ 2-ാം തീയതി സകല മരിച്ചവരുടെയും ഓർമ്മ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്ന പുണ്യദിനം. നവംബർ മാസം മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കുവാനായിട്ട് തിരുസഭാ മാതാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് 2-ാം തീയതി പ്രത്യേകിച്ചും ശുദ്ധീകരണാത്മാക്കളെ ഓർക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ ഓർത്ത് അവരെ ഓർത്ത് നന്ദി പറഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തെ വിശുദ്ധാത്മാക്കൾക്ക് വേണ്ടി ദ ഹോളി സോൾസ് ഇൻ പർഗട്ടറി, ശുദ്ധീകരണ സ്ഥലത്തിലെ വിശുദ്ധാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഉടനീളം നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിച്ചവരാണ് ഈ വിശുദ്ധാത്മാക്കൾ. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് വളരെയേറെ അനുഗ്രഹത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിവസങ്ങളാണ്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ ബലിയർപ്പണത്തിലൂടെ, നമ്മുടെ പ്രാശ്ചിത്ത പ്രവൃത്തികളിലൂടെ, നമ്മുടെ ത്യാഗപ്രവൃത്തികളിലൂടെ സഭ നമുക്ക് നിഷ്കർഷിച്ച് തരുന്ന വിവിധങ്ങളായ പ്രാർത്ഥനയിലൂടെ ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധീകരണ പ്രക്രിയയിൽ അവരെ സഹായിച്ച് സ്വർഗപ്രാപ്തിക്കായിട്ട് അവരെ സജ്ജരാക്കാനും ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവം നിറച്ചൊടുക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. പ്രത്യേകിച്ചും ഈ നവംബർ മാസം 2-ാം തീയതി സകല മരിച്ചവരുടെയും ഓർമ്മ ദിവസം. ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കായിരിക്കാം. വചനത്തിലൂടെ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ആരാധനയിൽ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, മരിച്ചുപോയ നമ്മളെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ആരംഭത്തിൽ തന്നെ ശുദ്ധീകരണാത്മാക്കളെ ഒന്ന് സ്മരിക്കാം. ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട ആത്മാക്കൾ, ദൈവത്തിൻ്റെ സ്നേഹിതരാണ് ആ മക്കൾ ഓരോരുത്തരും. കൊച്ചു കൊച്ചു പോരായ്മകൾ, അശുദ്ധി, കറകൾ വിശുദ്ധീകരിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന ശുദ്ധീകരണത്തിൻ്റെ സ്ഥലത്ത് അവരായിരിക്കുമ്പോൾ അവരോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം അവരെ പ്രത്യേകം തിരഞ്ഞെടുത്തു. സ്വർഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തവരാ, വേർതിരിച്ചവരാ അവര്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ശുദ്ധീകരണാത്മാക്കളോട് ചേർന്ന് സ്വർഗത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് സർവശക്തനായ ദൈവത്തെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ശുദ്ധീകരണാത്മാക്കളോട് ചേർന്ന് എല്ലാ വിശുദ്ധരുടെ മാലാഖമാരോട് ചേർന്ന് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്ന കർത്താവേ, ശുദ്ധീകരണാത്മാക്കളോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിജയസഭയില്, സമരസഭയില്, സഹനസഭയില് ഒരുമയോടെ, ഐക്യത്തോടെ ആരാധന, ആരാധന, സ്തുതി, 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 മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഗാനത്തോട് ചേർന്ന് സ്വർഗനിവാസികളോട്, ശുദ്ധീകരണാത്മാക്കളോടുമൊപ്പം വിജയസഭയുടെ, സഹനസഭയുടെ, സമരസഭയുടെ ഐക്യത്തിൽ നിന്ന് ദൈവത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, നന്ദി പറയാം. ആരാധന, ആരാധന, ആരാധന. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ,
ഇനിയും നടത്തണേ തിരുഹിതം പോ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങയുടെ ദാനമാണ്. ശുദ്ധീകരണ സ്ഥലം അങ്ങയുടെ ദാനമാണ്, അങ്ങയുടെ കരുണയാണ്, അങ്ങയുടെ നീതിയാണ്. സ്വർഗത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുവാൻ അങ്ങ് തിരുമനസ്സായിക്കൊണ്ട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതത്തെയും ശുദ്ധീകരണ സ്ഥലത്തെയും ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. അനുഗ്രഹങ്ങളെ ഓർത്ത്, കൃപകളെ ഓർത്ത് ആരാധിച്ച് സ്തോത്രം നൽകി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. നന്ദി കർത്താവേ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. യേശുവേ സ്തോത്രം. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നന്ദി പറഞ്ഞ യേശുവേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും നടത്തണേ തിരുഹിതം പോ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുദ്ധീകരണാത്മാക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെ സമർപ്പിക്കുന്നു. ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ആരാധന, ആരാധന, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ഈ മക്കൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മക്കളായി ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ശ്രവിച്ച് കർത്താവെ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് തുടർന്നു വരുന്ന വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ സമയം. ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് മനസ്സിലാക്കാൻ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവം നമ്മോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറഞ്ഞ് കർത്താവിൻ്റെ വചനം നമ്മിൽ മാംസം ധരിപ്പിക്കട്ടെ. വലിയ ദാഹത്തോടെ ഈരടികളോട് ചേർന്ന് ഹൃദയം തുറന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ, ആത്മാവേ വരിക, ദാനഫലം തരിക, പുത്തനഭിഷേകം ദാസർക്കേകിടുക. ആത്മാവേ വരിക, അഭിഷേകം തരിക, നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, ദാനഫലം തരിക, പുത്തനഭിഷേകം അഭിഷേകമായി വന്ന് നിറയണമേ. എല്ലാ മക്കളിൽ നിറയണമേ. ആത്മാവേ വരിക, അഭിഷേകം തരിക, നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധ യോസേപ്പ് പിതാവ് നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാർ, സകല മാലാഖമാരോടൊപ്പം നമ്മുടെ കൂടെയുണ്ട്. സ്വർഗത്തിൻ്റെ നിറസാന്നിധ്യത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ വലിയ കൂട്ടായ്മയിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ദൈവമായ കർത്താവ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ പഠിപ്പിക്കലുകളും വെളിപ്പെടുത്തലുകളും വിശുദ്ധ ബൈബിളിൽ നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ നേരിട്ട് ശുദ്ധീകരണ സ്ഥലം എന്ന് ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടില്ല. നമുക്കറിയാം, പരിശുദ്ധ ത്രിത്വം അങ്ങനെ ഒരു പദം ബൈബിളിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ബൈബിളിൽ പല സ്ഥലത്തും പിതാവും ഞാനും ഒന്നാണ്, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു, ഞങ്ങൾ വന്ന് വാസമർപ്പിക്കും, അങ്ങനെ പല സ്ഥലത്തും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെക്കുറിച്ച്, ത്രിത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കും വിധം വിശുദ്ധ ബൈബിൾ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും വ്യക്തമായ പഠിപ്പിക്കലുകൾ, വെളിപ്പെടുത്തലുകൾ വിശുദ്ധ ബൈബിളിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഈ ക്ലാസ് വളരെയേറെ ശ്രദ്ധിച്ചിരിക്കണം നമ്മൾ. കാരണം നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അറിയണം. ആ സ്ഥലത്തെ വിശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ, അഗ്നിയുടെ സഹനത്തിൻ്റെ തീച്ചൂള, അവിടെ ദൈവമായ കർത്താവ് ഈ പ്രക്രിയ എങ്ങനെ പൂർത്തീകരിക്കുന്നു, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും അറിയണം. കാരണം അങ്ങനെ അറിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ വേദന മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് അവർക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റും. മാത്രമല്ല, നമ്മളും വളരെയേറെ വിശുദ്ധിയോടെ, ശ്രദ്ധയോടെ ഈ ലോക ജീവിതം കെട്ടിപ്പടുക്കാനും ജീവിക്കാനും ഇടയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരണ സ്ഥലം ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. നമുക്കറിയാം, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാടും ബോധ്യവും നമുക്ക് വേണം. നിത്യജീവന്റെ സുവിശേഷം എന്നുള്ള ശുശ്രൂഷയിൽ സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, തനതുവിധിയെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചൊക്കെ നമ്മൾ കാണുകയുണ്ടായി. സ്വർഗത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ സൗഭാഗ്യം, അതിൽ അടിസ്ഥാനമിട്ടാണ് ശുദ്ധീകരണ സ്ഥലം കടന്നു വരുന്നത്. തനതുവിധിക്ക് ശേഷം സ്വർഗ സൗഭാഗ്യം അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള ഒരവസ്ഥ, അതോടൊപ്പം തന്നെ ശുദ്ധീകരണ സ്ഥലം തനതുവിധിയിൽ മനുഷ്യന് ലഭിക്കുകയാണ്. അതായത് മാരകപാപാവസ്ഥയിൽ നരകത്തിലേക്ക് പോകാനുള്ള അവസ്ഥയില്ല, എന്നാൽ സ്വർഗത്തെ പ്രാപിക്കാനുള്ള പരിശുദ്ധിയില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് ഈ ആത്മാക്കളെ ഈ സ്വർഗത്തിൻ്റെ പരിശുദ്ധി കൈവരിക്കുന്നത് വരെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തിക്കായിട്ട് ശുദ്ധീകരണ സ്ഥലത്തേക്ക് അയക്കുകയാണ്, അതിനുവേണ്ടി നിയോഗിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ എന്താണ് സ്വർഗം? പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ വാസസ്ഥലം, സ്വർഗസ്ഥനായ പിതാവിൻ്റെ വാസസ്ഥലം, പരിശുദ്ധിയുടെ വിളനിലം. വിശുദ്ധിയില്ലാത്തവർക്ക് അവിടെ പ്രവേശിക്കാനാകത്തില്ല. പരമപരിശുദ്ധനായ ദൈവം, പരിശുദ്ധരായ മാലാഖമാര്, പരിശുദ്ധരായ വിശുദ്ധര്, പരിശുദ്ധിയുടെ വെള്ളവസ്ത്രം നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ മക്കൾ വിശുദ്ധരായിരിക്കണം, പരിശുദ്ധരായിരിക്കണം. ഈശോ പറഞ്ഞില്ലേ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. അതുകൊണ്ട് ആ പരിപൂർണത കൈവരിക്കാതെ ഒരിക്കലും ഒരാത്മാവിന് നമുക്കാർക്കുമേ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. എന്നാൽ നമുക്കറിയാം, നമ്മൾ മനുഷ്യര് ഒത്തിരി അശുദ്ധരാണ്, കുറവുള്ളവരാണ്, പോരായ്മയുള്ളവരാണ്. ഈ അവസ്ഥയിൽ നമുക്കെന്ത് വേണം? ശുദ്ധീകരണത്തിൻ്റെ ഒരു അവസ്ഥ വേണം, ഒരു പവിത്രീകരിക്കുന്ന ഒരു പ്രവൃത്തി വേണം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനത്തിൽ സ്വർഗത്തിൽ ആര് പ്രവേശിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കാം. നമുക്ക് വായിക്കാം. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ
പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. സ്വർഗത്തിൽ അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കത്തുള്ളൂ. കൗശല്യം, കൗടില്യം, മ്ലേച്ഛത, മാലിന്യമുള്ളവർ ആരും ഈ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കണ്ടോ? അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ കുഞ്ഞാടിൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ട് സ്വർഗത്തിൻ്റെ അവകാശത്തിൽ എത്തിച്ചേരണമെങ്കിൽ അതുപോലെ വിശുദ്ധി വേണം. മ്ലേച്ഛത, കൗശല്യം, കൗടില്യം, ഇവക തിന്മകള്, മാലിന്യങ്ങള് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഹബക്കുക്കിന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തില് കർത്താവിന്റെ കണ്ണിനെ കുറിച്ച് പറയാ. ഹബക്കുക്ക് 1:13 അവിടെ പറയാണ്, അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് കഴിയുകയില്ല. അവിശ്വസ്തരായ മനുഷ്യരെ അങ്ങ് കടാക്ഷിക്കുന്നതും ദുഷ്ടൻ തന്നെക്കാൾ നീതിമാനായ മനുഷ്യനെ വിഴുങ്ങുന്നതും കണ്ടിട്ട് അങ്ങ് മൗനം ദീക്ഷിക്കുന്നതും എന്തുകൊണ്ട്? കണ്ടോ? കർത്താവിൻ്റെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണ്. അകൃത്യം നോക്കി നിൽക്കാൻ അവിടത്തേക്ക് കഴിയുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സ്വർഗ സൗഭാഗ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കർത്താവിൻ്റെ കണ്ണുകൾ അകൃത്യം നോക്കി നിൽക്കാൻ കഴിയാത്ത വിധം പരിശുദ്ധമാണ്. അപ്പോൾ സ്വർഗത്തില് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ നിൽക്കണമെങ്കിൽ, നമ്മൾ പ്രവേശിക്കണമെങ്കിൽ അത്രമാത്രം പരിശുദ്ധമായ കണ്ണുകൾ കൊണ്ട്, അതും സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള കർത്താവിൻ്റെ കണ്ണുകൾ എല്ലാം കാണുമ്പോൾ, ആ പരിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അകൃത്യം കാണാൻ പോലും പാടില്ല. ദാറ്റ് മീൻസ്, അതായത് അത്രമാത്രം പരിശുദ്ധരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. എന്തിന്? സ്വർഗപ്രാപ്തിക്കായി. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ തന്നെയും ജന്മപാപത്തോടെ ജനിച്ചവര്, ഈ ജഡത്തിൻ്റെ ആസക്തികൾക്ക് അടിമപ്പെട്ടു പോയവര്, അതോടൊപ്പം തന്നെ കൂദാശകളിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും നമുക്കറിയാലോ നമ്മുടെ അവസ്ഥ. ഓരോ കുമ്പസാരം കഴിഞ്ഞാലും വീണ്ടും വീഴുന്നു, വീണ്ടും പാപം ചെയ്യുന്നു. വചനം പറയുന്നുണ്ടല്ലോ, നീതിമാൻ പോലും 7 പ്രാവശ്യം പിഴയ്ക്കുന്നു. എത്ര ശ്രമിച്ചാലും പാപത്തിൻ്റെ മാലിന്യം, ബലഹീനതയുടെ വീഴ്ചകള്, ദുർബലതകളുടെ വീഴ്ചകള്, ഇതെല്ലാം നമുക്കെല്ലാവർക്കുമുണ്ട്. നീതിമാൻ പോലും ഇതുപോലെ വീഴുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? കുമ്പസാരിച്ചിട്ടും പാപം വിട്ടുപേക്ഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ലാത്ത അവസ്ഥകൾ നമുക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മിൽ മാലിന്യമുണ്ട്, നമ്മിൽ അശുദ്ധിയുണ്ട്, നമ്മിൽ കറകളുണ്ട്. എന്നാൽ കർത്താവിന് മുമ്പിൽ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ മാലിന്യമില്ലാത്ത, അശുദ്ധിയില്ലാത്ത, കറയില്ലാത്ത ഒരവസ്ഥ നമുക്ക് വേണം. കാരണം കർത്താവിൻ്റെ കണ്ണുകൾ അകൃത്യം, തിന്മ ദർശിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം പരിശുദ്ധമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശരിക്കും ധ്യാനിച്ചു നോക്കിയേ. ഇപ്പൊ നമുക്ക് ശരിക്കും സ്വർഗത്തിൽ പോകാനൊക്കെ പറ്റുമോ? അത്രമാത്രം പരിശുദ്ധി. അതും നമ്മൾ കാണുന്ന കണ്ണുകൾ കൊണ്ടല്ല കർത്താവ് കാണുന്ന, ഹൃദയവികാരങ്ങൾ അറിയുന്ന കർത്താവ്, നമ്മുടെ ചിന്തകൾ അറിയുന്ന കർത്താവ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കാണുന്ന കർത്താവ്, അതിലൂടെ കയറി വരുന്ന പാപങ്ങള്, അകൃത്യങ്ങള്, തിന്മകള്, അശുദ്ധി, അതിൻ്റെ കറകള്, ഇതെല്ലാം കർത്താവിന് അറിയാം. ഈ അവസ്ഥയിൽ നമുക്കാർക്കുമേ സ്വർഗപ്രാപ്തിക്ക് അവകാശമില്ല. അവിടെയാണ് പ്രിയപ്പെട്ട മക്കളെ, ദൈവമായ കർത്താവ് തൻ്റെ മക്കളായി നമ്മോട് കാണിക്കുന്ന കാരുണ്യം. എന്താണ് ആ കാരുണ്യം? നമ്മെ വിശുദ്ധീകരിച്ച്, നമ്മെ ശുദ്ധി ചെയ്ത്, പാപത്തിൻ്റെ മാലിന്യങ്ങളും പാപത്തിൻ്റെ കറകളും കഴുകി വെടിപ്പാക്കി, നമ്മെ നിർമ്മലരാക്കി, കറയില്ലാത്ത, കളങ്കമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റി സ്വർഗത്തിന്, നോർത്തേക്ക്, സ്വർഗത്തിന് പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ഭവനത്തിൽ വസിക്കാൻ
വെറും പാവപ്പെട്ട ബലഹീനരായ ദുർബലരായ അശുദ്ധരായ തിന്മയിൽ അടിമപ്പെട്ട് കറ പിടിച്ച നമ്മെ ദൈവം യോഗ്യരാക്കുന്നു. എങ്ങനെ? ശുദ്ധീകരണ സ്ഥലത്തിലൂടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശരിക്കും ധ്യാനിച്ചാണ്ടല്ലോ. അത് അച്ഛൻ പറഞ്ഞ് ശരിക്കും നമ്മൾ ചിന്തിക്കണം, ധ്യാനിക്കണം. സ്വർഗത്തിൻ്റെ പരിശുദ്ധി, സ്വർഗത്തിൻ്റെ ആ വലിയ പൂർണ്ണത, അതിൽ ജീവിക്കാനുള്ള ഭാഗ്യം ലഭിക്കപ്പെട്ട മക്കള്, അതിനുവേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി, അല്പം പോലും മാലിന്യം ഇല്ലാത്ത രീതിയിൽ നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യ പ്രവൃത്തി. പ്രിയപ്പെട്ട മക്കളെ, ഇനി നമ്മൾ കാണുക ഈ ശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തി കർത്താവ് എങ്ങനെ ചെയ്യുന്നു. തിരുവചനത്തിൽ പല സ്ഥലത്തും കർത്താവ് ഈ ശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 10-11 തിരുവചനങ്ങൾ. യെശയ്യാ 48:10-11 ശ്രദ്ധിച്ചു വായിക്കാം. ഇവിടെ പറയാണ്, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു. കണ്ടോ? സ്വർഗത്തിനു വേണ്ടി കേട്ടോ. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എന്നിട്ട് പറയാണ്, എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. കണ്ടോ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ നാമം ഒരിക്കലും കളങ്കമാകാൻ പാടില്ല. ഞാൻ നീതിമാനാണ്, ഞാൻ കാരുണ്യവാനാണ്, പക്ഷേ എൻ്റെ നാമം ഒരിക്കലും കളങ്കിതമാകാൻ പാടില്ല. അതുകൊണ്ട് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? നമ്മെ ശുദ്ധീകരിക്കും. എങ്ങനെ? ചൂളയിലെന്ന പോലെ ഉരുക്കി നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ പ്രവൃത്തി. അതായത് ചൂളയിലിട്ട് ദൈവമായ കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി അവിടുന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കഷ്ടതയുടെ ചൂളയിലാണ് കർത്താവ് നമ്മെ ശോധന ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മെ സ്വർഗത്തിന് വേണ്ടി എന്ന് പറയാം, എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നമ്മെ അവിടുന്ന് വേർതിരിക്കുന്നത് ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ്. എങ്ങനെയാണ്? കഷ്ടതയുടെ ചൂളയിൽ. അതുകൊണ്ട് നമ്മൾ അറിയണം, ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കഷ്ടതയുടെ ചൂള. എന്താണ് ചൂള? ശുദ്ധീകരിക്കുന്ന ചൂള. യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവചനത്തിൽ വീണ്ടും വ്യക്തമാക്കി ഈ ചൂളയെ കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാ 1:25 അവിടെ പറയാണ്, ഞാൻ എൻ്റെ കരം നിനക്കെതിരായി ഉയർത്തും, ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകം ഞാൻ നീക്കിക്കളയും. കണ്ടോ മക്കളെ? കർത്താവ് പറയാ, ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും. എന്തിനാ? നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകം നീക്കിക്കളയാൻ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മിലൊക്കെ ഒത്തിരിയേറെ വിലകെട്ട ലോകം കലർന്നിട്ടുണ്ട്. ഒത്തിരി വിലകെട്ട ലോകം, പാപത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, നാവ് കൊണ്ട് സംസാരിച്ചത്, ശരീരം കൊണ്ട് ചെയ്തത്, ഇങ്ങനെ നമ്മിൽ കലർന്നിരിക്കുക ഒത്തിരിയേറെ വിലകെട്ടതിൻ്റെ അവസ്ഥകൾ. ഈ അവസ്ഥയിലൊന്നും നമുക്ക് സ്വർഗപ്രാപ്തി സാധ്യമല്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തേ? ചൂളയിലെന്ന പോലെ ഉരുക്കി നിന്നെ ഞാൻ ശുദ്ധി ചെയ്യും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകം ഞാൻ നീക്കിക്കളയും. കണ്ടോ കർത്താവിൻ്റെ പ്രവൃത്തി? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ. അത് മറ്റൊന്നിലൂടെയുമല്ല. ചൂളയിലെന്ന പോലെ സഹനത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, അഗ്നിയുടെ ശോധനയിൽ അവിടെ നമ്മെ ശുദ്ധി ചെയ്ത് വിശുദ്ധീകരിച്ച് ദൈവത്തിന് വേണ്ടി നമ്മെ വിശുദ്ധീകരിച്ച് നമ്മിലുള്ള എല്ലാ കറകളും മാലിന്യങ്ങളും കർത്താവ് കഴുകി വെടിപ്പാക്കും. പ്രഭാഷണ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനത്തിൽ ഒന്നും കൂടി വ്യക്തമായിട്ട് കർത്താവ് ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയണം.
എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കണ്ടോ മക്കളെ, ശുദ്ധീകരിക്കുന്ന പ്രക്രിയ. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് സ്വീകാര്യരായ മക്കള് ആരാ? സ്വർഗത്തിന് അവകാശപ്പെട്ട മക്കള്. ആ മക്കളെ ദൈവമായ കർത്താവ് ശുദ്ധീകരിക്കുന്നത് സ്വർണത്തില്, അല്ലെങ്കിൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ ഒരു കളങ്കമില്ലാത്ത, ഒരു മാലിന്യമില്ലാത്ത, ഒരു അശുദ്ധിയില്ലാത്ത, ഒരു തിന്മയില്ലാത്ത തലത്തിലേക്ക് സ്വർണം, നമുക്കറിയാം, ഉലയിലിട്ട് ചൂടാക്കി അത് ശുദ്ധി ചെയ്ത് ദൈവമായ കർത്താവ് സ്വർണത്തെ പവിത്രീകരിക്കുന്നത് പോലെ നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കും. ഒരു കറ, ഒരു മാലിന്യം, ഒരു അശുദ്ധി അതിലില്ലാത്ത പോലെ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കും. ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ഞാൻ ശുദ്ധി ചെയ്യും. നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകം ഞാൻ നീക്കിക്കളയും. എന്നോർത്തേക്ക് പ്രിയപ്പെട്ട മക്കളെ, നമ്മളിലൊക്കെ എന്തുമാത്രം വിലകെട്ടത് കലർന്നിട്ടുണ്ട്. നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഈ വിലകെട്ടതായ പലതും കടന്നു വന്നിരിക്കുമ്പോൾ അതൊക്കെ ദൈവമായ കർത്താവ് വിശുദ്ധീകരിക്കുന്നതും ഈ പ്രക്രിയയിലൂടെയാണ്. ചൂളയിലെന്ന പോലെ സ്വർണം തീയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ, അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ ഈ ആത്മാക്കളെ ദൈവമായ കർത്താവ് വിശുദ്ധീകരിച്ച് സ്വർണം പോലെ വിശുദ്ധമാക്കുന്നു, നൈർമല്യം എന്നുള്ളതാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഈ സഹനത്തിന്റെ തീച്ചൂളയില്, ശുദ്ധീകരണ സ്ഥലത്ത് ദൈവമായ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ആത്മാക്കളെ ശുദ്ധീകരിക്കുക. സ്വർണത്തെ ദൈവമായ കർത്താവ് മനുഷ്യ മക്കളെ ശുദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ സ്വർണത്തെ ഒരു കുശവൻ അല്ലെങ്കിൽ സ്വർണ്ണപ്പണിക്കാരൻ അഗ്നിയിൽ ഇടുന്നത് സ്വർണത്തോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. പിന്നെ ആ സ്വർണം അഗ്നി ശുദ്ധി വരുത്തി കഴിയുമ്പോൾ അതിന് ഭയങ്കര തിളക്കമുണ്ടാവും. മാലിന്യം നീക്കി കഴിയുമ്പോൾ, അഗ്നിയിലൂടെ ശുദ്ധി ചെയ്ത് ഇത് വേർതിരിക്കുമ്പോൾ ഈ സ്വർണം തെളിഞ്ഞ മാറ്റുള്ളതാക്കി മാറ്റുവാൻ ദൈവമായ കർത്താവ് ഈ ശുദ്ധീകരണ പ്രക്രിയ ദൈവത്തിൻ്റെ മക്കൾക്ക് അനുവദിച്ച് തൻ്റെ കരുണയിൽ നൽകുകയാണ് ഈ ശുദ്ധീകരണത്തിലൂടെ. യെശയ്യാ പ്രവാചന പുസ്തകത്തില് 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തില് വീണ്ടും ഈ ശുദ്ധീകരണത്തെക്കുറിച്ച് കർത്താവ് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ന്യായവിധിയുടെ തീക്കാറ്റയച്ച് കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജെറൂസലേമിന്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ, കണ്ടോ അവിടുത്തെ ശുദ്ധീകരണ പ്രക്രിയ കണ്ടോ? മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യും. എങ്ങനെ? ന്യായവിധിയുടെ തീക്കാറ്റയച്ച് കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തീക്കാറ്റയച്ച് മാലിന്യം നീക്കും, രക്തക്കറ തുടച്ചു മാറ്റും. അത് നീതിയുടെ പ്രവൃത്തിയാണ്. അതായത് ദൈവമായ കർത്താവ് നീതിമാനാണ്. ഈ നീതിയുടെ പ്രവൃത്തി, അതായത് പാപം ചെയ്യുമ്പോൾ അതിന് തക്കതായ പരിഹാരം ചെയ്യണം, അതിന് സഹനങ്ങളിലൂടെ പരിഹാരം ചെയ്യണം. നമുക്കറിയാം, ഈശോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തത് സഹനത്തിലൂടെയാണ്. അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നിത്യ നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചത്. ഏത് മാരക പാപം ചെയ്താലും നമ്മൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ അപരിമേയമായ യോഗ്യതയാൽ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. മാത്രമല്ല സ്വർഗത്തിന് നമുക്ക് അവകാശം കിട്ടും. എന്നാൽ കാലിക ശിക്ഷയുണ്ട്. നിത്യശിക്ഷ ഒഴിവാക്കി കിട്ടി, പക്ഷേ കാലിക ശിക്ഷ അത് നമ്മൾ ഈ തീക്കാറ്റയച്ച് ഈ മാലിന്യങ്ങളെ നീക്കുന്ന, രക്തക്കറ തുടച്ചു മാറ്റുന്ന കർത്താവിൻ്റെ
നീതിയുടെ പ്രവൃത്തി നമ്മൾ സ്വന്തമാക്കി സ്വീകരിച്ചേ മതിയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശുദ്ധീകരണ പ്രക്രിയ കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി ഈ സഹനത്തിലൂടെ, ഈ തീച്ചുളയിലൂടെ, ഈ കഷ്ടതയിലൂടെ, ഈ വേദനയിലൂടെ ഒരുക്കി തരുന്നത് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെയും നീതിയുടെയും പ്രവൃത്തിയാണ്. കാരണം നമ്മിലുള്ള കറ, മാലിന്യം മാറ്റപ്പെടുന്നത് ഈ ചൂളയിലൂടെയാണ്, അഗ്നിശോധനയിലൂടെയാണ്, അഗ്നിശുദ്ധിയിലൂടെയാണ്. വീണ്ടും മലാക്കി പ്രവാചന പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ കർത്താവ് ഇതിനെക്കുറിച്ച് വീണ്ടും പറയണം. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവ്യ പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. കണ്ടോ, ദൈവം ചെയ്യുന്ന പ്രവൃത്തി ഒന്നുകൂടി വായിക്കാം. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ. നമുക്കറിയാം, വെള്ളിയും സ്വർണവും ഒക്കെ ചൂളയിലിട്ട് ഉരുക്കിയാണ് ശുദ്ധീകരിക്കുന്നത്. ആ ശുദ്ധീകരിക്കുന്നവനെ പോലെ കർത്താവ് ഉപവിഷ്ടനാകും. എന്തിനാണ്? ലേവ്യ പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ പ്രവൃത്തി, വെള്ളി ശുദ്ധീകരിക്കുന്നവനെ പോലെ, സ്വർണം ശുദ്ധീകരിക്കുന്നവനെ പോലെ കർത്താവ് ഉപവിഷ്ടനായിരുന്നു കൊണ്ട് നമ്മെയും ശുദ്ധീകരിക്കും. നമ്മുടെ മരിച്ചുപോയ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹിതരായ എല്ലാ ഹോളി സോൾസ്, വിശുദ്ധരായ പരിശുദ്ധരായ ആത്മാക്കള് ഈ ശുദ്ധീകരണ സ്ഥലത്ത്, ഈ ശുദ്ധീകരണ പ്രക്രിയയാണ് പ്രിയപ്പെട്ട മക്കളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചൂളയിൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അവർക്ക് വേദനയുണ്ട്, സഹനമുണ്ട്, നൊമ്പരമുണ്ട്. പക്ഷേ അതെന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ കാരുണ്യം സ്വന്തമാക്കി വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി. പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെ തിരുവചന ഭാഗത്തിൽ ഈ അഗ്നിശോധനയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 3-ാം അധ്യായം 13 മുതൽ തിരുവചന ഭാഗം ഇവിടെ പറയാണ്, ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അഗ്നിയാണ് ഓരോരുത്തരുടെയും പണി എങ്ങനെ ഉള്ളതാണെന്ന് തെളിയിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു അഭിഷേകം നമ്മൾ കൈവരിക്കേണ്ടിയിരിക്കുന്നു. അഗ്നിയിലൂടെ വിശുദ്ധീകരിക്കുന്ന ദൈവമായ കർത്താവ് വിശുദ്ധീകരിക്കുന്ന പ്രവൃത്തി, നമ്മുടെ പണി, നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗപ്രാപ്തിയിൽ എത്തിച്ചേരുന്നത് അഗ്നിശോധനയിലൂടെ, അഗ്നിയുടെ വലിയ പ്രവൃത്തിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഈ അഗ്നിശോധനയുടെ സ്ഥലമാണ്. ഇതാരും ചിന്തിക്കരുത് ഇതൊരു ശിക്ഷയുടെ സ്ഥലമാണെന്ന് ആരും ചിന്തിക്കരുത്. ചില ആൾക്കാർ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ദൈവം എന്തുമാത്രം ക്രൂരന, ഈ ചൂളയിലിട്ട് ഇതുപോലെ കഷ്ടതയുടെ ചൂളയിൽ ഈ തീക്കാറ്റയച്ച് ഇതുപോലെ മനുഷ്യമക്കളെ ശുദ്ധീകരിക്കുന്നത് എന്തിനാ? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരിക്കലും ശിക്ഷയുടെ ഒരു സ്ഥലമായിട്ടല്ല ഈ ശുദ്ധീകരണ ആത്മാക്കള് കരുതുന്നത്. പിന്നെയോ ഒരു ഒരുക്കത്തിൻ്റെ സ്ഥലം. പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? ശിക്ഷയുടെ സ്ഥലമായിട്ടല്ല ഈ സഹനത്തെ, ഈ തീച്ചുളയെ, ഈ ശുദ്ധീകരണ പ്രക്രിയയെ, ഈ തീക്കാറ്റിനെ ഈ ശുദ്ധീകരണ ആത്മാക്കള് സ്വീകരിക്കുന്നത് ഒരു സഹനത്തിൻ്റെ, ശിക്ഷയുടെ സ്ഥലമായിട്ടല്ല. പിന്നെന്താണ്? ഒരുക്കത്തിൻ്റെ സ്ഥലം. എന്തിനുള്ള ഒരുക്കം? സ്വർഗത്തിനു വേണ്ടി ഒരുങ്ങുന്ന ഒരു വധു വരനു വേണ്ടി ഒരുങ്ങുന്നത് പോലെ.
നമുക്കറിയാം ഈ വധുവൊക്കെ ഒരുങ്ങുമ്പോൾ എന്താ പറയുക, കണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയുക പുരുകം തൊടുകയോ അല്ലെങ്കിൽ മുടിയൊക്കെ എന്താ ഒട്ടിച്ചിട്ടൊക്കെ പറിച്ചെടുക്കുന്നത് പറയില്ലേ. ഭയങ്കര വേദനാജനകമായ ഒരുക്കങ്ങളാണ് പലപ്പോഴും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുക്കം വരനു വേണ്ടി ഒരുങ്ങുന്ന വധു ഒത്തിരിയേറെ സമയം അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ ഒത്തിരി വേദനകള് സഹനങ്ങളൊക്കെ ഉണ്ടാവും. അത് സാധാരണ ഈ ലോകത്തിലെ വരനെ സ്വീകരിക്കാൻ. എന്നാൽ ഇവിടെ ആരെയാണ്? പരമപരിശുദ്ധനായ ദൈവം. കണ്ടില്ലേ, പരിശുദ്ധിയുടെ കണ്ണുകൾ ഉള്ള ദൈവത്തിന് അകൃത്യം കാണാനോ നോക്കി നിൽക്കാനോ കഴിയത്തില്ല. സ്വർഗത്തിന്റെ പരിശുദ്ധിയിൽ വസിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനുവേണ്ടി ഒരാത്മാവ് എന്തുമാത്രം ഒരുങ്ങേണ്ടതുണ്ട്. ഒത്തിരി ഒരുങ്ങണം. ആ ഒരുക്കത്തിൻ്റെ ഒരു സമയമാണ് ശുദ്ധീകരണ സ്ഥലത്തുള്ളത്. അവിടെ വേദനയുണ്ട്, സഹനമുണ്ട്. നമുക്കറിയാലോ, ചൂളയിൽ ഈ കേട്ട വചനങ്ങളൊക്കെ ശരിക്കും ധ്യാനിക്കുമ്പോൾ ചൂളയിൽ എന്ന പോലെ ഒരുക്കി നിന്നെ ഞാൻ ശുദ്ധി വരുത്തും. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്യും. തീക്കാറ്റയച്ച് മാലിന്യങ്ങളും എല്ലാ കൃത്യങ്ങളും മ്ലേച്ഛതകളും മാറ്റിക്കളയും. ഒത്തിരി വേദനയുണ്ട് അഗ്നിയിലൂടെയുള്ള ശുദ്ധീകരിക്കുന്ന പ്രക്രിയയ്ക്ക്. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, അത് ശിക്ഷയല്ല. ഞാൻ ഓർക്കുക, മരിയ സിമ്മ ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കൂ എന്നുള്ളൊരു പുസ്തകമുണ്ട്. മരിയ സിമ്മയുമായിട്ട് ഒത്തിരി ശുദ്ധീകരണ സ്ഥലത്ത് പോവുകയും ശുദ്ധീകരണ ആത്മാക്കളുമായിട്ട് ഒത്തിരി ബന്ധമുള്ള ഒരു മകളാണ് ഈ മരിയ സിമ്മ. ഈ ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ മരിയ സിമ്മയോട് ഒരച്ഛൻ ചോദിച്ചു, ശുദ്ധീകരണ ആത്മാക്കൾ ഇതുപോലെ സഹിക്കാണല്ലോ, കേട്ടില്ലേ, ഇതുപോലെ കടന്ന് സഹിക്കാണ് ഈ ചുളയിൽ കഷ്ടതയുടെ ഇതൊക്കെ വേദനകളും സഹനങ്ങളും ചുളയും അതിൻ്റെ നൊമ്പരങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ ശുദ്ധീകരണ ആത്മാക്കൾ ക്ഷമയുള്ളവരാണോ? അവർക്ക് നിരാശയുണ്ടോ? ഈ ശുദ്ധീകരണ സ്ഥലത്തൊക്കെ പലവട്ടം പോയിട്ടുള്ളവളാണ് ഈ മരിയ സിമ്മ. അപ്പോൾ മരിയ സിമ്മ പറഞ്ഞു, ശുദ്ധീകരണ ആത്മാക്കൾ വളരെയേറെ ക്ഷമയുള്ളവരാണ്. അവർക്കൊരിക്കലും ഈ സഹനത്തെ ചൊല്ലി ഈ പ്രക്രിയയെ ചൊല്ലി നിരാശയില്ല. എൻ്റെ കാരണം പറയുന്നുണ്ട്. അതാണ് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ സ്വാധീനിക്കേണ്ടത്. ഇവിടെ പറയാണ്, ശുദ്ധീകരണ ആത്മാക്കള് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവർക്ക് സ്വർഗത്തിൻ്റെ ഒരു ദർശനം ദൈവം കൊടുക്കും. സ്വർഗത്തിൻ്റെ ദർശനം, സ്വർഗീയരെ കാണാനുള്ള ഭാഗ്യം കൊടുക്കും. സ്വർഗീയരെ കാണാൻ. അങ്ങനെ നോക്കുമ്പോൾ സ്വർഗീയർ ആരാണ്? അവര് വെളിപാട് നമ്മൾ കാണുന്നുണ്ട്. വെള്ളവസ്ത്രധാരികൾ, കുഞ്ഞാടിൻ്റെ രക്തത്തില് അങ്കി വെണ്മയുള്ളവരാക്കി മാറ്റിയ വെള്ളവസ്ത്രധാരികളാണ് സ്വർഗീയർ. അവിടെ വെള്ളവസ്ത്രം, ഒരു മാലിന്യമില്ലാത്ത, അശുദ്ധിയില്ലാത്ത, കറയില്ലാത്ത വസ്ത്രധാരികളാണ് സ്വർഗവാസികളെല്ലാവരും. അപ്പം ഈ ശുദ്ധീകരണ സ്ഥലത്ത് പ്രവേശിക്കുന്ന ആത്മാക്കൾക്ക് സ്വർഗദർശനം കൊടുക്കും. അവർ സ്വർഗത്തിലേക്ക് നോക്കും. സ്വർഗീയരൊക്കെ ഒന്ന് ശരിക്കും നോക്കിക്കാണും. അപ്പം നോക്കുമ്പോൾ വെള്ളവസ്ത്രധാരികൾ. എന്നിട്ട് അവർ അവരുടെ ശരീരത്തിലേക്ക് നോക്കും, വസ്ത്രത്തിലേക്ക് നോക്കും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കറ പിടിച്ച് ചെളി പിടിച്ച് മാലിന്യം ഏറ്റെടുക്കുന്ന അവരുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അറിയാലോ, മാമോയിസ സ്വീകരിക്കുമ്പോൾ വിശുദ്ധിയുടെ ഒരു വെള്ളവസ്ത്രം നമ്മുടെ കരങ്ങളിൽ പിടിപ്പിക്കുന്നുണ്ട്. ആ വെള്ളവസ്ത്രത്തിന് കറയേൽക്കരുത്, പരിശുദ്ധിയിൽ ജീവിക്കണം. എന്നാൽ നമ്മുടെ പാപങ്ങൾ, ലഘുപാപങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റുപറയാത്ത എന്താ പറയുക ലഘുപാപങ്ങൾ, അതോടൊപ്പം തന്നെ മാരകപാപം ഏറ്റുപറഞ്ഞു കുമ്പസാരിച്ചു, അതിൻ്റെ ചില കറകൾ, ഇതെല്ലാം കൊണ്ടും ഈ വസ്ത്രം, വെള്ളവസ്ത്രം ആകപ്പാടെ ചെളി പിടിച്ച് കറ പിടിച്ചിരിക്കുന്നതായിട്ട് കാണണം. വീണ്ടും നോക്കും സ്വർഗവാസികൾ, വെള്ളവസ്ത്രധാരികൾ. വീണ്ടും നോക്കും അവർ ഈ കറ പിടിച്ച വസ്ത്രം. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ്? ദൈവമായ കർത്താവ് ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് വിശുദ്ധിയുള്ളവരാക്കി മാറ്റി. ഈ കറകള്, ഈ ചുളിവുകള്, ഈ മാലിന്യം എല്ലാം നീക്കിക്കളഞ്ഞുകൊണ്ട് ദൈവം സ്വർഗത്തിനു വേണ്ടി ഈ വെള്ളവസ്ത്രധാരികളെ പോലെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയാണ് ഈ ശുദ്ധീകരണ സ്ഥലത്ത് എന്നുള്ള ബോധ്യം അവർക്ക് ലഭിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ,
അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷ, അവർക്ക് ഭയങ്കര സമാധാന. അവർക്കറിയാം ദൈവം സ്വർഗത്തിലുള്ളവരെ പോലെ, വെള്ളവസ്ത്രധാരികളെ പോലെ, വെണ്മയുള്ളവരെ പോലെ ഞങ്ങളെ മാറ്റി സ്വർഗത്തിൽ എത്തിപ്പിക്കാൻ വേണ്ടി ഈ പ്രവൃത്തി ഞങ്ങൾക്കായിട്ട് ഒരുക്കി തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം ഇതനുഭവിച്ചുകൊണ്ട് അവർ വലിയ സന്തോഷത്തോടെ, വലിയ സ്നേഹത്തോടെ ഈ സഹനങ്ങളെ, ഈ ശുദ്ധീകരണ പ്രക്രിയയെ പരാതിയില്ലാതെ, നിരാശയില്ലാതെ വളരെ ക്ഷമയോടെ സ്വീകരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തെ അവസ്ഥ. അവരുടെ വേദനകൾ ഏറെയാണ്, സഹനമേറെയാണ്, പക്ഷേ അത് രക്ഷാകരമാണ്, അത് ഒരുക്കത്തിനുള്ള സമയമാണ്, സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പരാതിയില്ല, പരിഭവമില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെക്കുറിച്ച് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുക. വിശുദ്ധ ബൈബിളിലൂടെ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച്, ആവശ്യകതയെക്കുറിച്ച് ദൈവമായ കർത്താവ് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ശുദ്ധീകരണ ആത്മാക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം. അതായത് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന മക്കളെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. പാരമ്പര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ, സഭയുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേകം വിശുദ്ധാത്മാക്കൾക്ക്, അനേകം മിസ്റ്റിക്കുകൾക്ക് ഒത്തിരിയേറെ ശുദ്ധീകരാത്മാക്കൾ പ്രത്യക്ഷപ്പെട്ട് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചൊക്കെ ഒത്തിരിയേറെ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചുകൊണ്ട് അനേകം വിശുദ്ധർക്ക്, അനേക പുണ്യവാന്മാർക്കും പുണ്യമതികൾക്കും ശുദ്ധീകരണാത്മാക്കൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സഭയുടെ പാരമ്പര്യത്തിൽ, ചരിത്രത്തിൽ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ ശുദ്ധീകരണ സ്ഥലത്തെ ഇതുപോലെ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സഭ നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. 38 മുതൽ തിരുവചന ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പിന്നീട് 43, 44, 45 വചനങ്ങൾ അവസാനം എടുക്കാം. സംഭവം ഇതാണ്: മക്കബേയൂസ് ജോർജിയാസുമായിട്ടുള്ള യുദ്ധം, ശക്തമായ യുദ്ധം. ഈ ഇസ്രായേൽ ജനം തോൽക്കാൻ പോണ ഒരു അവസ്ഥ വരുമോ? ആ സമയത്ത് മക്കബേയൂസ് സർവശക്തനായ ദൈവത്തിൻ്റെതാണ് ഈ യുദ്ധം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജോർജിയാസിനെയും സൈന്യത്തെയും തോൽപ്പിച്ച് ഓടിച്ചു. കുറേ പേരെ കൊന്നു. തോറ്റ് ജോർജിയാസും സൈന്യവും പിൻവാങ്ങുകയാണ്. യുദ്ധം ഇസ്രായേൽ ജനം ജയിച്ചു. അങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ യുദ്ധത്തിൽ കുറെ ഇസ്രായേൽ മക്കള് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൊല്ലപ്പെട്ട ഈ മക്കളെ അവരുടെ ശവശരീരങ്ങൾ എടുത്ത് പിതാക്കന്മാരുടെ കല്ലറകളിൽ സംസ്കരിക്കാൻ വേണ്ടി പടയാളികളും മക്കബേയൂസും യുദ്ധക്കളത്തിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുന്ന ഈ മൃതശരീരങ്ങൾ എടുക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രത്തിൽ യാമ്നിയായുടെ ദേവന്മാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത തകിടുകൾ അവർ വച്ചിട്ടുണ്ട്. അത് ഇസ്രായേൽക്കാർക്ക് നിഷിദ്ധമാണ്, ദൈവപ്രമാണ ലംഘനമാണ്. അപ്പോൾ മക്കബേയൂസ് പറയാണ്, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട്, പാപം ചെയ്തതുകൊണ്ടാണ് ഇവർ മരിക്കാനിടയായത്. അതുകൊണ്ട് ഈ മക്കബേയൂസ് ചെയ്ത വലിയൊരു പ്രവൃത്തിയാണ് നമ്മളവിടെ കാണുന്നത്. അതാണ് മക്കബായരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 43 മുതൽ തിരുവചന ഭാഗം. 2 മക്കബേയൂസ് നമ്മളവിടെ കാണുന്നു. അനന്തരം അവൻ അവരിൽ നിന്ന് 2000-ഓളം ദ്രാക്ഷ്മ വെള്ളി പിരിച്ചെടുത്തു. എന്നിട്ട് പാപപരിഹാര ബലിക്കായി ജെറൂസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. കണ്ടോ, യൂദാസ് ചെയ്ത പ്രവൃത്തിയാണ്. ഇങ്ങനെ പാപം ചെയ്ത് മരിച്ചുപോയ
ഈ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി അവൻ അവരിൽ നിന്ന് തന്നെ 2000-ഓളം ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്തു. എന്താ ചെയ്തേ? വായിച്ചേ. പാപപരിഹാര ബലിക്കായി, കണ്ടോ, പാപപരിഹാര ബലിക്കായി ജെറൂസലേമിലേക്ക് അയച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ്? പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും അത്രേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, യൂദാസ് ചെയ്ത പ്രവൃത്തി അതിനെക്കുറിച്ച് വീണ്ടും 45-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. കണ്ടോ, അവർക്ക് പാപമോചനം, ആർക്ക്? മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പഴയ നിയമത്തിൽ ശുദ്ധികനാത്മാക്കൾക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരിയേറെ ജനത്തെ പ്രേരിപ്പിച്ച യൂദാസ് മക്കബേയൂസിൻ്റെ ഈ പ്രവൃത്തി മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇസ്രായേൽ ചരിത്രത്തിൽ അവരെല്ലാവരും മരിച്ചുപോയവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? മരണശേഷവും അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് സാധിക്കും. പഴയ നിയമത്തിൽ ജെറൂസലേമിൽ അർപ്പിക്കപ്പെട്ട പാപപരിഹാര ബലിക്ക് വേണ്ടി ഈ 12,000 ദ്രാഗ്മ പിരിച്ചെടുത്തുകൊണ്ട് അയച്ചുവെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ പാപപരിഹാര ബലി നമുക്കറിയാം. നമ്മൾ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കർത്താവിൻ്റെ പാപപരിഹാര ബലി അർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അത് നമ്മൾ ഈ നവംബർ മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധികനാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് നവംബർ 2-ാം തീയതി മിക്കവാറും നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ സെമിത്തേരിയിലാണ് ബലിയർപ്പിച്ചത് മിക്കവാറും. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്നുമൊക്കെയായിട്ട് എല്ലാ കല്ലറകളിലും ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മക്കബേയൂസ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, അതും പാപ പരിഹാര ബലിയർപ്പിച്ച് മരിച്ചുപോയവരുടെ പാപത്തിന് പരിഹാരമായിട്ട് ബലിയർപ്പിക്കാൻ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അവർക്ക് വേണ്ടി, ശുദ്ധികനാത്മാക്കൾക്ക് വേണ്ടി, അവരുടെ പാപപരിഹാരത്തിന് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ ബലി അർപ്പിച്ച്, കർത്താവിൻ്റെ കുരിശിലെ ബലി നിയോഗം വെച്ച് അർപ്പിച്ച് അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇനി ചില ആളുകൾ വിചാരിക്കും, മരിച്ചാൽ പിന്നെ പാപമോചനം ഉണ്ടോ? മരിച്ചാൽ പിന്നെ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുമോ? നമ്മൾ അതിനെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ മത്തായി 12:32. മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും. അതായത് ക്ഷമിക്കപ്പെടുന്നൊരു പാപത്തെക്കുറിച്ച് പറയാം. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ, ഇനി ശ്രദ്ധിക്കുക, ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ യുഗത്തിൽ ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളുണ്ട്, വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒന്നുകൂടി ശ്രദ്ധിച്ചേ. മനുഷ്യപുത്രന് എതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും, അത് ക്ഷമിക്കപ്പെടും.
എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടം, ഇത് നമ്മുടെ യുഗമാണ്. ഈ യുഗത്തിൽ ക്ഷമിക്കപ്പെടാത്ത പാപം വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞതാ. അപ്പൊ നമ്മള് പാപത്തിന്റെ അവസ്ഥയിൽ, ലഘുപാപ അവസ്ഥയിൽ മരിച്ച് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്ത് പ്രവേശിക്കേണ്ടി വന്നാലും പ്രിയപ്പെട്ട മക്കളെ, അവിടെ ഈ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടും. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി പാപപരിഹാര ബലി അർപ്പിച്ച് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മാത്രമല്ല, നമ്മുടെ പ്രാശ്ചിത്ത പ്രവർത്തികൾ, നമ്മുടെ പരിഹാര പ്രവർത്തികൾ, നമ്മുടെ ത്യാഗങ്ങൾ, നമ്മുടെ സഹനങ്ങൾ, ഇതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ശുദ്ധീകരണ പ്രക്രിയയിലായിരിക്കുന്ന ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് സമർപ്പിച്ച് കാഴ്ചവെക്കാൻ കഴിയണം. നമ്മൾ കണ്ടില്ലേ, ഇവർ ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശുദ്ധീകരണത്തിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ബലിയുടെ യോഗ്യത, അത് നമുക്ക് അവർക്ക് വേണ്ടി അവകാശപ്പെട്ട് അവർക്ക് വേണ്ടി നിയോഗം വെച്ച് ബലിയർപ്പിക്കുമ്പോൾ ആ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് കർത്താവിൻ്റെ ബലിയുടെ യോഗ്യത എന്താണ്? പാപത്തെ നീക്കി, മരണത്തെ പരാജയപ്പെടുത്തി, പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ബലി. ഈശോ പറഞ്ഞില്ലേ വിശുദ്ധ ഫൗസ്റ്റീനായോട്, എൻ്റെ കരുണ നിലയില്ലാത്ത കടൽ പോലെയാണ്. കർത്താവിൻ്റെ കരുണ അവിടുത്തെ ബലിയാണ്, കുരിശിൽ പൂർത്തീകരിച്ച ബലിയാണ്. ആ ബലിയുടെ നിലയില്ലാത്ത കടലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരണ ആത്മാക്കളെ ആഴ്ത്തി നമ്മൾ സമർപ്പിക്കണം. അവർക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത്, ഈശോയുടെ കുരിശുമരണത്തോട് ചേർത്ത്, ഈശോയുടെ രക്തത്തോട് ചേർത്ത്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തോടും മുറിവുകളോടും തിരുരക്തത്തോടും ചേർത്ത് വെച്ച് കർത്താവിൻ്റെ ജീവന്റെ ബലിയില് ശുദ്ധീകരണാത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാശ്ചിത്തങ്ങൾ, ഒത്തിരിയേറെ സൽപ്രവൃത്തികൾ, ദാനധർമ്മങ്ങൾ, അതോടൊപ്പം തന്നെ ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതാണ് നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ രോഗങ്ങൾ, അതിൻ്റെ വേദനകൾ, മനസ്സിൻ്റെ വേദനകൾ, ചില ബലഹീനതകൾ, നിസ്സഹായതകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഇതൊക്കെ നമുക്കില്ലേ? ഇതെല്ലാം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ ശുദ്ധീകരണ പ്രക്രിയ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി കറകളൊക്കെ പെട്ടെന്ന് ഈ ശുദ്ധീകരണത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി, ആ അമ്മച്ചിയുടെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു. മോനും ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. മോള് ആകെ, ഭർത്താവ് 2 മക്കളുള്ള, മോള് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു. 3 പേരും പെട്ടെന്ന് മരിച്ചു. ഈ അമ്മച്ചിക്ക്, ഈ ആൻറ്റിക്കാണെങ്കിൽ നിരന്തരമായ സഹനങ്ങൾ, ഒത്തിരി രോഗങ്ങൾ, വേദനകൾ. ഒന്നാമത് നമുക്കറിയോ, വൈധവത്യം, അനാഥത്വം. ഇപ്പം ആരുമില്ല, ഭർത്താവില്ല, മക്കളില്ല എന്നോർത്തേക്ക് ഒരു അമ്മയുടെ വേദന, ഒത്തിരി സങ്കടം. അത് പോരാഞ്ഞിട്ട് ഒത്തിരിയേറെ രോഗങ്ങളാൽ ഈ അമ്മച്ചി വേദനിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴാണെങ്കിൽ ഷുഗർ കയറി 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 കണ്ണിൻ്റെ ഉള്ളിൽ ബ്ലീഡിംഗ് ആയിട്ട് 2 കണ്ണിനും കാഴ്ചയില്ല. ഒരു പാവപ്പെട്ട ഈ അമ്മച്ചിയുടെ പ്രായമായ അമ്മച്ചിയെ കൂടെയുള്ള, വേറെ ആരും നോക്കാനില്ല. ഈ സഹനം, ഈ വേദന, ഈ കഷ്ടപ്പാട്. ഞാനാണ് ഈ അമ്മച്ചിയുടെ ആത്മീയ ഗുരു. എന്നെ വിളിക്കും. അപ്പം ഞാൻ പറയും, അവരൊക്കെ പെട്ടെന്ന് മരിച്ചതല്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സഹനങ്ങൾ, ഈ വേദനകൾ, ഈ കഷ്ടപ്പാടുകൾ, ഈ നൊമ്പരങ്ങൾ, ആ ശരീരത്തിൽ കുത്താത്ത ഇഞ്ചക്ഷൻ എടുത്തെടുത്ത് ഒത്തിരിയേറെ ഇഞ്ചക്ഷൻ, ഓപ്പറേഷൻ, ആ ടെസ്റ്റ്, എന്താ പറയുക, ബോൺ മാരോ ടെസ്റ്റ്, അതോടൊപ്പം തന്നെ
ഈ ടെസ്റ്റിന് വേണ്ടി രക്തം ഊറ്റി 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 പലവട്ടം അതിന് ഷുഗർ കൂടും, പ്ലേറ്റ്ലെറ്റ്സ് കുറയും, അങ്ങനെ പല രീതികളിൽ മരുന്നോ, ഒരു കെട്ട് മരുന്ന്, ഒരു ലോഡ് മരുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, രാത്രി ഉറക്കമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുപോലത്തെ വർണ്ണിക്കാനാകാത്ത സഹനങ്ങൾ. അപ്പോൾ ഞാൻ ഈ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ സഹനങ്ങൾ രക്ഷാകരമാണ്. അത് ഈശോ നമ്മെ കുറിച്ച് പഠിപ്പിച്ചതാ, രക്ഷാകരമാ. ആ സഹനങ്ങളെ നമ്മൾ ചെയ്യണത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ഓക്കെ. അതോടൊപ്പം തന്നെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഈ മരിച്ചു പോയ ഭർത്താവിന്, മക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറഞ്ഞു. ഇന്ന് അമ്മച്ചിയുടെ ഓപ്പറേഷനാണ്, കണ്ണിൻ്റെ ഓപ്പറേഷനാണ്. 2 കണ്ണും കാഴ്ച പോയി. ഒരു വലിയൊരു ഓപ്പറേഷന് വേണ്ടി ഇന്ന് അമ്മച്ചി അതിനുവേണ്ടി പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ എന്നെ വിളിച്ചു. എല്ലാ ദിവസവും ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഈ അമ്മച്ചി ഉറങ്ങാൻ പറ്റാറില്ല. അങ്ങനെ ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് കുറേ സമയമൊക്കെ ഉറങ്ങും. ദൈവാനുഗ്രഹിച്ചു, ഒത്തിരി ദൈവാനുഗ്രഹിക്കുന്ന അമ്മച്ചി. ഇന്നലെ പറയാണ്, അച്ഛാ എനിക്ക് സന്തോഷമായി. ഞാൻ ഇന്നലെ തലേദിവസം രാത്രി ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. എൻ്റെ 2 മക്കളും സ്വർഗത്തിൽ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. എൻ്റെ ഭർത്താവ് സ്വർഗത്തിൽ നിന്ന് എന്നെ കൈനീട്ടി, ഇതുവരെ കാണാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവും മക്കളും, ഭർത്താവ് എന്നെ കൈനീട്ടി വിളിക്കുന്നു, മക്കളിങ്ങനെ ഓടി നടക്കാണ്. ആദ്യമായിട്ടാണ് ഇവരെ സ്വപ്നം കാണുന്നു പറയാണ്. ആ സ്വപ്നമല്ല അച്ഛാ, ഞാൻ ശരിക്കും കണ്ടു. ഈ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ടാണ് ഇന്ന് ഓപ്പറേഷന് വേണ്ടി അമ്മച്ചി ആശുപത്രി. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ ഓപ്പറേഷൻ്റെ വേദന, സഹനം, ഇതെല്ലാം ഇനിയുള്ള എല്ലാ ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ വിരഹങ്ങൾ, ഈ ലോകത്തിൽ കുടുംബജീവിതത്തിൽ വേദനയുണ്ട്, സഹനങ്ങളുണ്ട്, വിരഹങ്ങളുണ്ട്, അനാഥത്വമുണ്ട്, വൈധവത്യമുണ്ട്, ഒറ്റപ്പെടുത്തലുണ്ട്, ശാരീരിക രോഗങ്ങളുണ്ട്, എന്തുമാകട്ടെ, ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. കർത്താവിൻ്റെ കുരിശോട് ചേർത്ത്, അവിടുത്തെ പീഡാസഹനങ്ങളോട് ചേർത്ത് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്ത് ഇതുപോലെ വേദനിച്ച് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ച് കാഴ്ചവെച്ച് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. നിരാശപ്പെടരുത്. ഈ അമ്മച്ചി ഇടയ്ക്ക് നിരാശപ്പെടും. ഞാൻ പറഞ്ഞു, നിരാശപ്പെടരുത്, നിരാശയോടുകൂടി സമർപ്പിക്കരുത്, സന്തോഷിക്കുക. കർത്താവിൻ്റെ കുരിശുമരണത്തിൽ പൗലോസ്ലീഹ പറഞ്ഞ പോലെ യേശുവിൻ്റെ കുരിശുമരണത്തിൽ പങ്കാളിയാകുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്ത ഈ സഹനത്തെ ഓർത്ത് സന്തോഷിക്കുന്നു. ആ ഒരു സന്തോഷം, ആ കുറവ് നികത്താൻ വേണ്ടി നമ്മുടെ സഹനങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, അനേകം ആത്മാക്കൾക്ക് അത് രക്ഷാകരമായിട്ട് മാറും. ഞാൻ പറയും, ഈ നവംബർ മാസത്തിൽ ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗപ്രാപ്തിക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയ്ക്കായി ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യൂദാസിൻ്റെ, മക്കബെയൂസിൻ്റെ ആ വലിയ മാതൃക പിഞ്ചെന്നുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പാപപരിഹാര ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. സെമിത്തേരി സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ത്യാഗങ്ങൾ, സഹനങ്ങൾ ഏറ്റെടുക്കുക. സാധിക്കുന്ന മക്കള് ദാനധർമ്മങ്ങളൊക്കെ നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യം, ദാനധർമ്മങ്ങൾ ചെയ്യുക, പ്രാശ്ചിത്തങ്ങൾ ഏറ്റെടുക്കുക, ഉപവാസം അനുഷ്ഠിക്കുക, മുട്ടുകുത്തിയൊക്കെ കരങ്ങൾ വിരിച്ചു പിടിച്ചൊക്കെ കുറച്ച് സഹനങ്ങൾ സ്വയം ഏറ്റെടുത്ത് ഇതിനെല്ലാം കൂടി. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടം പോലെ സഹനങ്ങളുണ്ടല്ലോ, അതൊക്കെ വെറുതെ അതിലേതിലും ഒഴുക്കിക്കളയാതെ ആ സഹനങ്ങളൊക്കെ സന്തോഷത്തോടെ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കളുടെ ശുദ്ധീകരണ പ്രക്രിയ, സഹനത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്ന ആ പ്രക്രിയ എളുപ്പമാകാനും പെട്ടെന്ന് പൂർത്തിയാകാനും വേണ്ടി നമുക്ക് അവരെ സഹായിക്കാം. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിച്ച്, ബലിയർപ്പിച്ച് നമ്മുടെ സഹനങ്ങളും വേദനകളും ബലിയോട് ചേർത്ത് ഈ നിയോഗം വയ്ക്കുക. ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം.
വിശുദ്ധ ബൈബിളിൽ ഈ ശുദ്ധീകരണത്തെക്കുറിച്ച് കർത്താവ് വ്യക്തമായിട്ട് പറയുമ്പോൾ അവിടെ അഗ്നിയുടെ ശോധന ചെയ്യുന്ന വലിയൊരു സാന്നിധ്യമുണ്ട്. ഈ സാന്നിധ്യമാകുന്ന ഈ ശുദ്ധീകരണ സ്ഥലത്ത് ശുദ്ധി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ സഭ നമ്മോട് ആവശ്യപ്പെടുക. ഇനി ഒരു കാര്യം കൂടി നമുക്കറിയാലോ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് അവരെ തന്നെ സഹായിക്കാനാകത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊരു ശരീരമൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ത്യാഗം ചെയ്യാൻ പറ്റത്തില്ല, പരിഹാരം ചെയ്യാൻ പറ്റത്തില്ല, പ്രാശ്ചിത്യം ചെയ്യാൻ പറ്റത്തില്ല, ബലിയർപ്പിക്കാൻ പറ്റത്തില്ല. അതാർക്കേ പറ്റൂ? അവർക്ക് വേണ്ടി നമുക്കേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ശരീരമുണ്ട്, നമുക്ക് ബലിയർപ്പണമുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് ഇതൊന്നുമില്ല മക്കളെ. അതുകൊണ്ട് ഈ ഭൂമിയിൽ സമരസഭയിൽ ആയിരിക്കുന്ന നമ്മൾ, സഹനസഭയിൽ, ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന സഹനസഭയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഇത് വിശുദ്ധ ബൈബിൾ, ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ വചനങ്ങൾ അനുസരിച്ച് സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കുക, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി വേണ്ട ശുദ്ധീകരണത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അതിനുവേണ്ടി മക്കബേയൂസിനെ അനുകരിച്ചുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇങ്ങനെ നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് മരിച്ചുപോയവര്, പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം കേട്ടോ, ഇവരൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നവരാ. ഇവരൊക്കെ നമ്മെ സ്വാധീനിക്കുന്ന ഈ ദിവസങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ മേഖലകൾ നമ്മൾ കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി തീഷ്ണതയോടെ, ദാഹത്തോടെ അവസ്ഥ മനസ്സിലാക്കണം. അവരുടെ വേദന, അവരുടെ ഒരുക്കത്തിൻ്റെ സഹനം, തീച്ചൂള, കഷ്ടത, ഇതൊക്കെ നമ്മൾ അറിയണം. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വേദന ഹൃദയത്തിൽ പേറിക്കൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഏതെങ്കിലും ഒരു ശുദ്ധീകരണ അതോടൊപ്പം ഒരു കാര്യം കൂടി, അതായത് ഈ ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്തവരെയൊക്കെ ഒന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം കേട്ടോ. ചിലപ്പോൾ പ്രകൃതി ദുരന്തത്തിൽ കുടുംബം മുഴുവൻ മരിച്ചു പോയവർ, അല്ലെങ്കിൽ മഹാമാരിയിൽ എല്ലാവരും മരിച്ചുപോയി, അല്ലെങ്കിൽ ചില അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ചില വീട്ടുകാരുണ്ട് മരിച്ചു പോയവരെ ഓർക്കയില്ല. മറക്കരുത് മക്കളെ, മരിച്ചു പോയവരൊന്നും അവസാനിച്ചു പോണില്ലല്ലോ. അവര് വിശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന ഒത്തിരി ആത്മാക്കളുണ്ട്. അതുകൊണ്ട് മരിച്ചു പോയവരെ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ മറക്കരുത്. മാത്രമല്ല, നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒത്തിരി ആത്മാക്കളുണ്ട്. പല വിശുദ്ധരോടും ഈ ശുദ്ധീകരണ ആത്മാക്കളൊക്കെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, നമുക്കറിയാം. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി ഈ നവംബർ മാസം പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആത്മാക്കൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാനിടയായാൽ നമുക്ക് വേണ്ടി അവർ സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കും. നമ്മൾ അവിടെ എത്തുമ്പോണ്ടില്ല ഇങ്ങനെ പ്രദക്ഷിണം ഇങ്ങനെ കൊടയൊക്കെ പിടിച്ച് നിൽക്കൂലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വരവും കാത്ത് സ്വർഗത്തിൽ അവർ നമുക്ക് വേണ്ടി കാത്തിരിക്കും. അകമ്പടി സേവിക്കാൻ വേണ്ടി, സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിൽ നമ്മെ അകമ്പടി സേവിക്കാൻ വേണ്ടി ശുദ്ധീകരണ ആത്മാക്കൾ നമുക്ക് വേണ്ടി കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ദൈവാനുഗ്രഹത്തിൻ്റെ, സ്വർഗ സൗഭാഗ്യത്തിൻ്റെ, സ്വർഗീയ സംരക്ഷണത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ നവംബർ മാസം. ശുദ്ധീകരണ സ്ഥലത്ത് ഇതുപോലെ വേദനിക്കുന്ന, സഹിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് ത്യാഗമേറ്റെടുത്ത് പ്രാശ്ചിത്യം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു വരും. ഈ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ നവംബർ മാസത്തിൽ നമുക്ക് പ്രത്യേകം ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ അല്പസമയം ആരാധനയിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ബലിയുടെ യോഗ്യത, കരുണയുടെ വറ്റാത്ത ഉറവ, നിലയില്ലാത്ത കടലാകുന്ന ദൈവത്തിൻ്റെ കാരുണ്യം, ആ കരുണയിലേക്ക് ഇന്ന് സകല മരിച്ചവരെയും പ്രത്യേകം ഓർക്കുന്ന ഈ നവംബർ 2-ാം തീയതി ഈ ആരാധനയിൽ എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും സ്മരിച്ചുകൊണ്ട്
എല്ലാ മരിച്ചുപോയവരെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, കരുണിക്കായി യാചിക്കാം. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും, ശുദ്ധികഴ്ത്തത് വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് കൃപ ചൊരിയണമേ, അങ്ങ് ശക്തിപ്പെടുത്തണമേ, അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഈശോയേ, പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ ആണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ ആണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറപൊക്കി, പാവന നീണം തന്നു പാപത്തിൻ കറപൊക്കി. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി യേശുവേ.
ദിവ്യകാരുണ്യനാഥ, അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ്. അങ്ങ് കുരിശിൽ മരിച്ചത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. അങ്ങ് രക്തം ചിന്തിയത് ഞങ്ങളുടെ പാപമാലിന്യങ്ങളെ കഴുകി വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. കർത്താവേ, ഇന്ന് സകല മരിച്ചവരുടെയും ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസം മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ മക്കളെയും അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങൾ ഒരുമയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കബേയൂസ് പാപാവസ്ഥയിൽ മരിച്ചുപോയ തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവേ, പാപപരിഹാര ബലിയർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് പൈസ അയച്ചു കൊടുത്തതുപോലെ, ബലിയർപ്പിക്കാൻ വേണ്ടി സമർപ്പിച്ചതുപോലെ ഈശോയെ, ഇതാ ഞങ്ങൾ വലിയ സ്നേഹത്തോടെ, വലിയ ദാഹത്തോടെ, വലിയ പ്രാർത്ഥനയോടെ അങ്ങയുടെ ബലിയിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് വിശുദ്ധീകരണ സ്ഥലത്ത് പാപമാലിന്യങ്ങളെ, പാപത്തിന്റെ കറകളെ, പാപത്തിന്റെ അശുദ്ധിയെ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങ് നിർമ്മലരാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും ഈശോയെ, അവിടെ പാപങ്ങളോടെ, അകൃത്യങ്ങളോടെ ഞങ്ങളിതാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താല്, അങ്ങയുടെ കരുണയുടെ വറ്റാത്ത ഉറവയിലേക്ക്, നിലയില്ലാത്ത കരുണക്കടലിലേക്ക് എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും മരിച്ചുപോയ ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കരുണയായിരിക്കണമേ. അങ്ങേ പരിശുദ്ധ രക്തത്താല് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കഴുകി ശുദ്ധീകരിക്കണമേ. അവരായിരിക്കുന്ന ശുദ്ധീകരണത്തിന്റെ, സഹനത്തിന്റെ ചൂളയില് കർത്താവേ, അവർക്ക് ആശ്വാസം നൽകുവാൻ, അവർക്ക് വലിയ സമാധാനം നൽകുവാൻ അങ്ങയുടെ പരിശുദ്ധ രക്തത്താല്, അങ്ങയുടെ ബലിയുടെ യോഗ്യതയാല്, അങ്ങയുടെ കരുണ ശുദ്ധീകരണാത്മാക്കളിലേക്ക് ഈ സമയം ഒഴുക്കണമേ എന്ന് അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ശുദ്ധീകരണാത്മാക്കൾക്കും വേണ്ടി വലിയ ദാഹത്തോടെ, വലിയ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആഴത്തിൽ നിന്നു ഞാൻ ആദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ ഓർക്കേണമേ. കർത്താവേ, ഒത്തിരിയേറെ വേദനയില്, സഹനത്തിലായിരിക്കുന്ന, സ്വർഗപ്രാപ്തിക്കായി ഒരുക്കത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കാരുണ്യത്തിന്റെ ഇടമാണല്ലോ ശുദ്ധീകരണ സ്ഥലം. സഹനത്തിനിടമല്ല കർത്താവേ, അത് കാരുണ്യത്തിനിടമാണ്. അങ്ങ് വിശുദ്ധീകരിക്കുന്ന സ്ഥലം, അങ്ങ് അങ്ങയുടെ മക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ തിരുമനസ്സായിരിക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് ഇപ്പോൾ വേദനയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളിലേക്കും ഈശോയെ, അങ്ങയുടെ കാരുണ്യത്തിന്റെ വലിയ ശക്തി, അഭിഷേകം ഇപ്പോൾ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ മോചനം അങ്ങയിലാണ്, പാപത്തിന്റെ പരിഹാരം അങ്ങയിലാണ്. പാപത്തിന്റെ രക്തം, അങ്ങ് രക്തം ചിന്താതെ പാപപരിഹാരമില്ല, അങ്ങേ രക്തത്തിലാണ്. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന് വേണ്ടി ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപങ്ങളെല്ലാം നീ ഈശോയെ ഓർത്തിരുന്നാൽ നാഥ, കർത്താവേ, ആരാരീ ലോകത്തിൽ രക്ഷ നേടും. കർത്താവേ, അങ്ങ് കരുണ വർഷിച്ചില്ലെങ്കിൽ, അങ്ങ് കരുണ ഒഴുക്കിയില്ലെങ്കിൽ അങ്ങയുടെ മക്കൾക്ക് എവിടെ നിന്ന് കരുണ ലഭിക്കും? അങ്ങാണ് പാപമോചകൻ, അങ്ങാണ് രക്തം ചിന്തിയത്, അങ്ങാണ് ഞങ്ങളെ വീണ്ടെടുത്തത്, അങ്ങാണ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. അങ്ങയുടെ കരുണാർദ്ര ബലിയിലേക്ക്, അങ്ങയുടെ സ്നേഹാർദ്ര ബലിയിലേക്ക്
അങ്ങയുടെ പരിശുദ്ധ രക്തത്തിലേക്ക് എല്ലാ ശുദ്ധികര ആത്മാക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കുരിശുമരണത്തിന്റെ അപരിമേയമായ ശക്തി, അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി, അങ്ങയുടെ തിരുമുറിവുകളുടെ യോഗ്യത, അങ്ങയുടെ കാരുണ്യത്തിന്റെ നിലയില്ലാത്ത കടൽ എല്ലാ ശുദ്ധികരാത്മാക്കളിലേക്കും ഇപ്പോൾ ഭക്ഷിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ സഭാംഗങ്ങളെ, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ മക്കളെയും എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുദ്ധികരാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ, അവരെ വീണ്ടെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ. സ്വർഗപ്രാപ്തിക്കായി അങ്ങയുടെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു. ഈശോയേ, നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പൂ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെല്ലാ വേദനകളും സഹനങ്ങളും അങ്ങയുടെ കുരിശോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കാൻ ഇത് ആഗ്രഹിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ, നമ്മുടെ ത്യാഗ പ്രവൃത്തികൾ, ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലെ നൊമ്പരങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എല്ലാം കർത്താവേ, ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അങ്ങയുടെ കുരിശോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരണ സ്ഥലത്ത് വേദനിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ ചൂളയിലെന്ന പോലെ കട്ടതയുടെ ചൂളയിൽ തീക്കാറ്റിൻ്റെ അവസ്ഥയിൽ അഗ്നിശോധനയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെ സഹനങ്ങളിലേക്ക് കർത്താവിൻ്റെ കുരിശോടെ, കുരിശിലെ മരണത്തോടും ബലിയോടും പീഡാസഹനങ്ങളോട് ചേർത്ത് നമ്മുടെ വേദനകൾ, നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ നൊമ്പരങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ രോഗപീഠകൾ എല്ലാം സമർപ്പിക്കാം നമുക്ക് കർത്താവേ. ഈ നവംബർ മാസത്തിൽ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ എടുക്കുന്ന പ്രായശ്ചിത്തങ്ങൾ, ത്യാഗപ്രവർത്തികൾ, പരിഹാര പ്രവർത്തികൾ, ഞങ്ങളുടെ ത്യാഗങ്ങൾ, ഞങ്ങൾ അർപ്പിക്കുന്ന ബലികൾ കർത്താവേ, എല്ലാം അവിടുന്ന് ശുദ്ധികരാത്മാക്കൾക്ക് വേണ്ടി രക്ഷയ്ക്കാക്കി മാറ്റണമേ. അതിനുവേണ്ടി പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ നൊമ്പരങ്ങൾ എല്ലാം കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് ശുദ്ധികരാത്മാക്കൾക്ക് വേണ്ടി, അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, അവരുടെ ആശ്വാസത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളും കർത്താവിങ്കിലേക്ക് ഉയർത്തി നമ്മുടെ സഹനങ്ങളും വേദനകളും കുരിശോട് ചേർത്ത് ശുദ്ധികരാത്മാക്കൾക്കായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ച് സമർപ്പിച്ച് നന്ദിയോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളുടെ വേദനകളെ, സഹനങ്ങളെ, നൊമ്പരങ്ങളെ, ഭാരങ്ങളെ, അസ്വസ്ഥതകളെ അങ്ങയുടെ കുരിശോട് ചേർത്ത് സമർപ്പിക്കുന്ന കർത്താവേ, പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ. എല്ലാ ആത്മാക്കൾക്കും വേണ്ടി, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, അങ്ങയുടെ കാരുണ്യത്തിൻ്റെയും നീതിയുടെയും ഇടമാണ് ശുദ്ധീകരണ സ്ഥലം. അങ്ങയുടെ മക്കളെ അവിടുന്ന് ശുദ്ധീകരിക്കുന്നത് സഹനത്തിൻ്റെ ഒരു ചൂളയിലല്ല, പിന്നെയോ അവരെ ഒരുക്കുന്ന കരുണയുടെ പ്രവൃത്തിയാണ്. ഒരു വരനു വേണ്ടി എന്ന പോലെ സ്വർഗത്തിനു വേണ്ടി
അങ്ങയുടെ മക്കളെ ഒരുക്കുന്ന സ്ഥലം. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവെ, പാവപ്പെട്ട മക്കളായ ഞങ്ങളെ അവിടുന്ന് ഈ ദിവസങ്ങളിൽ വിളിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. കർത്താവെ, ഞങ്ങൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ സഹനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ ത്യാഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവേ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് അത് വലിയ ആശ്വാസമാകട്ടെ. അവരെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് സഹായകമായി തീരട്ടെ. അതിനുവേണ്ടി നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളിൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്, തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷെക്കേന ചാനലിലൂടെ ശുദ്ധീകരണ ആത്മാക്കളുമായുള്ള നമ്മുടെ ബന്ധത്തിൽ ആഴപ്പെടുത്തിക്കൊണ്ട് ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മെ ഒരുക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, അവിടുത്തെ സഹനത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് തിരുവചനത്തിലൂടെ ഇന്ന് കർത്താവ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. സ്വർഗത്തിനു വേണ്ടി തൻ്റെ മക്കളെ ഒരുക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഈ മക്കളുമായുള്ള നമ്മുടെ ബന്ധം എന്തായിരിക്കണമെന്ന് വിശുദ്ധ വചനത്തിലൂടെ കർത്താവ് ഇന്ന് നമുക്ക് വ്യക്തമാക്കി തന്നു. ഇനിയും പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഒത്തിരിയേറെ മേഖലകൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വലിയ പ്രാർത്ഥനയോടെ, വലിയ ഒരുക്കത്തോടെ, വലിയ തീരുമാനത്തോടെ ഈ ദിവസങ്ങൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരുന്നു കൊണ്ട് വചനമനുസരിച്ച്, ബോധ്യങ്ങൾക്കനുസരിച്ച്, സന്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകട്ടെ. അതിനുവേണ്ടി പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബം മുഴുവൻ ഒരുങ്ങണം. കുടുംബസമേതം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ഇന്ന് കർത്താവ് പറഞ്ഞില്ലേ, ശുദ്ധീകരണ ആത്മാക്കളുമായിട്ട് നമുക്ക് ആഴമായ ബന്ധമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ അഭിഷേകം, ഈ അനുഗ്രഹം സ്വന്തമാക്കാൻ പ്രിയപ്പെട്ട മക്കളെ, ഈ വരുന്ന ദിവസങ്ങൾ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ പ്രാശ്ചിത്തങ്ങൾ, നമ്മുടെ ത്യാഗങ്ങൾ എല്ലാം ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യനാഥന തിരുസന്നിധിയിൽ വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ സമയം ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഈ ശുശ്രൂഷയ്ക്ക് കാരണമായ ഷെക്കേന ചാനലിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള സ്വർഗത്തിൻ്റെ ശുശ്രൂഷയാണ് ദൈവം നമുക്ക് വേണ്ടി ഈ ചാനലിലൂടെ ഒരുക്കി തരിക. നമുക്കറിയാലോ, പിശാചിനൊട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ശുശ്രൂഷയാണത്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയ്ക്ക്, നമ്മുടെ ചാനലിന് വലിയ സ്വർഗത്തിൻ്റെ സംരക്ഷണം ആവശ്യമാണ്. എല്ലാ മേഖലകളിലും കർത്താവ് സംരക്ഷിക്കണം. അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പ്രിയപ്പെട്ട സന്തോഷ് ബ്രദറിനെയും ഈ ഷെക്കേന ചാനലിൻ്റെ എല്ലാ നടത്തിപ്പുകളെയും, ഇതിനു വേണ്ട എല്ലാ മേഖലകളും, മാധ്യമ മേഖലകള്, അതോടൊപ്പം തന്നെ ഇതിന് നാശം ആഗ്രഹിക്കുന്ന പൈശാചിക ആക്രമണങ്ങള്, പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, DTH, സാമ്പത്തിക മേഖല, എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ഷെക്കേന ചാനലിന് വേണ്ടി കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സന്നിധിയില് കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങയുടെ പ്രിയപ്പെട്ട ഈ ചാനലിനെ സമർപ്പിക്കുന്നു. ആരാധന, 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 ഹല്ലേലൂയ, 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 ബലപ്പെടുത്തണമേ. യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, മഹത്വം, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോ, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, 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 കർത്താവേ, യേശുവേ, യേശുവേ, അങ്ങയുടെ മഹത്വത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അവിടുന്ന് നിറച്ചു നൽകണമേ. ആമേൻ. കർത്താവേ, വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട ചാനല് ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്തില് സ്വർഗത്തിന്റെ നിലവിളിക്ക് പ്രത്യുത്തരമായി അനേകം ആത്മാക്കൾക്ക് വേണ്ടി കർത്താവെ അങ്ങ് വേർതിരിച്ചിരിക്കുമ്പോൾ
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കടാക്ഷം, അങ്ങയുടെ വലിയ പരിപാലന ഈ ചാനലിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ഒരുക്കുന്ന ശുശ്രൂഷകളിൽ കർത്താവെ വലിയ അഭിഷേകം നിറയപ്പെടുവാനിടയാകട്ടെ. എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. പ്രാർത്ഥിക്കും മക്കളെ, എല്ലാ കാര്യങ്ങളും ഈശോയെ അങ്ങ് ഏറ്റെടുക്കണം. എല്ലാം അങ്ങ് നയിക്കണം, എല്ലാം അങ്ങ് പരിപാലിക്കണം. അങ്ങയുടെ ആത്മാക്കൾക്ക് വേണ്ടി അഭിഷേകത്തിന് നിറവിൽ കർത്താവെ ഞങ്ങളുടെ ഈ ഷെക്കേന ചാലനിനെ അവിടുന്ന് അഭിഷേകം ചെയ്ത് ഉയർത്തണം. അങ്ങയുടെ മഹത്വമായിട്ട് കത്തി നിൽക്കണം. അങ്ങയുടെ ശക്തി പ്രകടമാക്കണം. അങ്ങയുടെ പ്രവർത്തികൾ ഇവിടെ നടക്കണം. അതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മാസത്തിലെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് സമർപ്പിക്കാം. ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ, ശുദ്ധീകരണാത്മാക്കളുടെ, അവരുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ, അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒത്തിരിയേറെ സന്ദേശങ്ങൾ കർത്താവ് നമുക്ക് നൽകുമ്പോൾ അതിനനുസരിച്ച് പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഈ പ്രാർത്ഥനയിലൂടെ, ഈ ശുശ്രൂഷയിലൂടെ അനേകം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് കാണുവാനും നമുക്കിടയാകും. ആ ഒരു വലിയ അഭിഷേക ശുശ്രൂഷയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നന്ദിയോടെ നമുക്ക് ദിവസങ്ങളിൽ പങ്കുചേരാം. കർത്താവിനോട് നമുക്ക് ചേർന്നിരിക്കാം. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞില്ലേ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ രക്ഷിക്കപ്പെട്ട ശുദ്ധീകരണാത്മാക്കൾ നമ്മൾ സ്വർഗത്തിൽ എത്തുന്നത് നോക്കി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും, നമുക്ക് വേണ്ടി കാത്തിരിക്കും, നമ്മെ സ്വീകരിക്കാൻ വേണ്ടി, നമ്മെ അകമ്പടി സേവിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കും. അത്ര വലിയ അനുഗ്രഹമാണ് മക്കളെ കർത്താവ് നമുക്ക് ഈ ദിവസങ്ങളിൽ നൽകുന്നത്. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കുടുംബസമേതം, ഇടച്ച പറയാ, കുടുംബസമേതം വലിയ ഒരുക്കത്തില്, പ്രാർത്ഥനയില് നമുക്ക് ഈ വിളി സ്വീകരിക്കാം. കർത്താവിൻ്റെ വിളിയായത്. ഇത് അനേകം പേർക്ക് കിട്ടാത്ത വിളിയാണ്. ഈ വിളി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് വലിയ കൂട്ടായ്മയിൽ, വലിയ ഐക്യത്തിൽ, വലിയ സ്നേഹത്തിൽ കർത്താവിൻ്റെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാൻ പരിശുദ്ധ അമ്മയുടെ, യൗസപിതാവിൻ്റെ, സ്വർഗത്തിൻ്റെ വലിയ സാന്നിധ്യ സംരക്ഷണം യാചിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി, ആശീർവാദത്തിന് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ
ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.